Hello children, we can do the activities today. എല്ലാവരും ലെസൺ നന്നായി വായിച്ചില്ലേ? Today we can start the activities. Take page number 17. First activity, vocabulary building. In the box there are given some words. It is the sound of some animals. In the column A are given the animal name. You have to write the sounds in column B. What is the first animal given? Elephant. In the box it is given the sound of elephant. Elephant. Can you see what is the sound of elephant? Elephant. Trumpets. The next animal is, it is a bird. Owl. Owl hoots. Goat bleats. Then crow caws. Donkey brays. Duck quacks. Then comes frog. Frog croaks. Lion roars. Monkey chatters. The last one, dog. Dog barks. ഇതാണ് ഓരോ എലിഫന്റിൻ്റെയും സൗണ്ടുകൾ. Now take the second activity. Match the following words in column A with their meanings in column B. Meanings ആണ് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. ഫസ്റ്റ് വേർഡ് ഈസ് വാണ്ടർ. വാണ്ടർ എന്ന് പറഞ്ഞാൽ അലഞ്ഞ് നടക്കുക, വിത്തൗട്ട് എയിം. യു മാച്ച് ഇറ്റ് ഹിയർ. വാണ്ടർ, ഗോ എയിംലെസ്ലി. ദെൻ നെർവസ്. നെർവസ് മീൻസ് ടിമിഡ്. നെർവസ് ആവാന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് വിഷമം വരിക, ശക്തിയില്ലാതെ ആവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദെൻ സപ്പോസ്. സപ്പോസ് യു ആർ എ ഡോക്ടർ, വാട്ട് ആൾ യു വിൽ ഡു. സപ്പോസ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ. ദാറ്റ് ഇസ് അസ്യൂം. ദെൻ കോൺഫിഡൻറ്റ്. ഞാൻ നല്ല കോൺഫിഡൻറ്റാ, എനിക്ക് നല്ല മാർക്ക് കിട്ടും. കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസം. Confident, having firm trust. Then the last one is belief. Belief എന്ന് പറഞ്ഞാൽ belief വിശ്വാസം. ഞാൻ നിന്നെ ബിലീവ് ചെയ്യണു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യണു. അതിൻ്റെ വേർഡ് ഇതാ ഇവിടെ, ട്രസ്റ്റ്. ഒരിക്കൽ കൂടി മിസ് പറയാം. Wander, go aimlessly, nervous, timid, suppose, assume, confident, having firm trust, belief, trust. So we finish the second activity. Now we can go to the third activity. In the box are given some nouns and below it is given some verbs. You know what is noun and what is verb. Noun means name of something, അല്ലേ? പേരുകളാണ് നൗൺസ് എന്ന് പറയുന്നത്. നിങ്ങൾ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി മിസ് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ സമയം പോവും. ഇനി വാട്ട് ആർ വേർബ്സ്? വേർബ്സ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് വേർഡ്സ്, ക്രിയ. ഇവിടെ തന്നിരിക്കുന്ന ബോക്സിൽ തന്നിരിക്കുന്നത് സം നൗൺസ് ആണ്. ഈ വേർബ്സുമായിട്ട് മാച്ച് ചെയ്യുക ആ നൗൺസിനെ.
ബോക്സിൽ ഏതൊക്കെ തന്നിരിക്കണേ? ഫുഡ്, സ്പീച്ച്, ബിലീഫ്, ഡെത്ത്, സ്ട്രോക്ക് ആൻഡ് അഡ്വൈസ്. ഫുഡ് മീൻസ് ഭക്ഷണം. ഭക്ഷണം is noun. Then what will be? ഭക്ഷണം കൊടുക്കുക is the verb. This one. So against feed you write food. Okay, like that you have to fill this one. Here it is given believe. Believe എന്ന് പറഞ്ഞാൽ എന്താ? വെർബാണ്. വിശ്വസിക്കുക. അതിൻ്റെ noun എന്തായിരിക്കും? It's given in the box. Believe. B-E-L-I-E-F. Then die. Die എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക. മരിച്ചു. എന്താണ് അതിൻ്റെ noun വരിക? മരിക്കുക. അല്ലേ? That is death. Okay. Then strike. സ്ട്രൈക്കിന് പല അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ സ്ട്രൈക്ക് ബീറ്റ് ചെയ്യുക, അടിച്ചു വീഴ്ത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്ട്രൈക്ക്, സമരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്ട്രൈക്ക് അതിനോട് ബന്ധപ്പെട്ട നൗൺ ഏതാണ് ഇതിൽ തന്നിരിക്കുന്ന ബോക്സിൽ? സ്ട്രോക്ക്. STROKE. സ്ട്രോക്ക്. Then the next one, speak. Speak എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. എന്തായിരിക്കും noun? സംസാരം. That is speech. Then advice. ഉപദേശിക്കുക. അതിൻ്റെ noun എന്താ വരിക? It is given in the box. Advice. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. Got it? Believe verb, belief noun. Die verb, death noun. Feed verb, food noun. Strike is verb, stroke is its noun form. Speak is verb form, its noun form is speech. Advice is verb form and this advice is noun form. Okay, so we finished our third activity. Now we have to do the fourth activity. Now we can do the last activity of this class. Write one word for the following. In the box there are given some words that are one words and you have to write it in the blank. What we call mother's brother. മദേഴ്സ് ബ്രദർ. അമ്മയുടെ ബ്രദറിനെ, ആങ്ങളെ എന്താ വിളിക്കുക നമ്മൾ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ എഴുതുമ്പോൾ. അങ്കിൾ. Isn't it? Then സിസ്റ്റേഴ്സ് സൺ. പെങ്ങളുടെ മകൻ. സിസ്റ്റേഴ്സ് സൺ. നെവ്യൂ. NEPHEW. നെവ്യൂ. Then സിസ്റ്റേഴ്സ് ഡോട്ടർ. niece. NIECE. niece എന്നാണ് വിളിക്കുക നമ്മൾ. Then സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്. സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡിനെ എന്താ വിളിക്കുക? ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോ. I have to put one dash here. Then daughter's husband. മകളുടെ ഭർത്താവിനെ. son in law. son in law. Then comes son's wife. മകൻ്റെ വൈഫിനെ, ഭാര്യയെ എന്താ വിളിക്കുക നമ്മൾ? daughter in law. Then comes mother's father. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. You have studied that in the small classes. Grandfather. Then what about this? Mother's mother we call grandmother. We finish our class today.
You have to write these activities in your notebook. Study it well, and we will see in the next class. Till then, bye.